ഹലോ ഗൈസ്, JR വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ മുസ്ലിങ്ങളുടെ ബക്രീദുമായിട്ട് ഞങ്ങൾക്ക് ലീവ് കിട്ടി. അപ്പോൾ ലീവ് കിട്ടിയത് കൊണ്ട് നമുക്ക് വേറെ സ്ഥലമില്ല ഇങ്ങനെ കറങ്ങാനായിട്ട്. ആകെയുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ബത്തയാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട്, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ബത്തയിലേക്ക് ഒരു ചെറിയൊരു ട്രാവൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത്. ഓക്കെ, ബത്തയിൽ പുറപ്പെടുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ പർച്ചേസ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റിയ സ്ഥലം ബത്തയാണ്. ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ ബത്തേനെ കുറിച്ച് ഇട്ടു. ഓക്കെ, ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബത്ത എത്തി കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചെന്ന വീഡിയോ തന്നെയാണ്. ഓക്കെ, ഇതാ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ ഒന്നെൻ്റെ ചേട്ടൻ, ബാക്കി നമ്മുടെ സദീഖുമാരാണ്. ഫിലിപ്പീനി മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പീനികളുടെ മാർക്കറ്റുകളാണ്. അപ്പോൾ ഇവിടെ ബംഗാളി മാർക്കറ്റ്, ഫിലിപ്പീനി മാർക്കറ്റ്, കേരളക്കാർ മാത്രമായിട്ട് നടത്തിക്കുന്ന മാർക്കറ്റ്, അങ്ങനെ കുറേ ഇതുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ, ഈ കൂട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മൊബൈൽ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിലിപ്പീനി മാർക്കറ്റിൽ പോവുകയാണ്. അവിടെയാണ് ഈ മൊബൈൽ ശരിയാക്കുന്നതാകട്ടെ, മൊബൈൽസ് ആകട്ടെ നല്ല വിശ്വാസത്തോടെ നമുക്ക് ചെന്ന് റിപ്പയറിങ് ചെയ്യാനാകട്ടെ വാങ്ങാനായിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു കോംപ്ലക്സാണ്. അവിടെ ഇട്ടേക്കുന്ന ഷോപ്പുകൾ കൂടുതലും ഫിലിപ്പീൻസുകളാണ്. അതിനറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് മാർക്കറ്റ് എന്നാണ്. ബത്തയിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ഫിലിപ്പീൻ മാർക്കറ്റ്. നമ്മൾ ഫിലിപ്പീൻ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. ഹലോ സദീഖ്. ഓക്കെ, നമ്മൾ ഫിലിപ്പീൻ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി. എന്നെ കണക്കത്തുള്ള വ്ളോഗേഴ്സിന് പറ്റിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റിയ ഷോപ്പാണ്. ഇവിടെ ചോദിച്ചു, ഇവിടെ MIയുടെ ഷോറൂമാണ്. നമ്മൾ എൻ്റെ കണ്ണുകൾ മൊത്തം പോകുന്നത് യൂട്യൂബ് ബ്ലോഗ്സിൻ്റെ സാധനങ്ങൾക്കാണ്. കാരണം നല്ലൊരു വീഡിയോ ഇല്ല. ശരിക്കും നടന്ന് ഒരുപാട് തളർന്നു. നല്ല വെയിലാണ്, നല്ല ചൂട് ടൈമാണ്. ഇത് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന കടയാണ്, കരിമ്പ് ജ്യൂസിൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ ഈ കരിമ്പ് ജ്യൂസ് കടയിൽ കയറിയിട്ട് നമ്മൾ ഓരോ കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിക്കാനാണ്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ കരിമ്പ് കണ്ടാൽ നമ്മുടെ നാട്ടിലെ കരിമ്പുകൾക്ക് തോന്നില്ല. പക്ഷെ എങ്കിലും കുടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ അവിടുത്തെ കരിമ്പ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ സൗദി അറേബ്യയിലെ ബത്തയിലെ നെസ്റ്റോയിൽ ആണ് ഈ നിൽക്കുന്നത്. നെസ്റ്റോ ശരിക്കും പറഞ്ഞാൽ ഈ നെസ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു 4-5 മലയാളികൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വളർന്ന് വലുതായി. കാരണം ഇവരുടെ ഒരു കഥ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടെയാണ്. കാരണം ഇവർ
ബത്തേരി തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു ഇവരുടെ ഷോപ്പ്. അവർ ചെറിയ കടയൊക്കെ ഇട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഒരിക്കലും അവിടെ തീ പിടിച്ചിട്ട് കടയൊക്കെ നശിച്ചതിന് ശേഷം ഇവർ 5 മലയാളികൾ ഒരുമിച്ച് ചേർന്ന് അവർ പാർട്ട്ണറായിക്കൊണ്ട് അവർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ നെഫ്റ്റോ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ച് വലിയൊരു ഷോപ്പായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, മലയാളികളുടെ സംരംഭമായ ബത്തേരിയിലെ നെഫ്റ്റോയിൽ. സെക്ഷനാണ് ചോക്ലേറ്റിൻ്റെ. വാച്ചിൻ്റെ സെക്ഷനാണ്. സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആരാണെങ്കിലും ആദ്യം വാങ്ങുന്ന ഒരു സാധനം ഈ കാണുന്ന ബ്ലാങ്കറ്റാണ്. കാരണം ഇവിടെ തണുപ്പ് വന്നാലും സഹിക്കാൻ പറ്റത്തില്ല, അതണക്കിനെ ചൂട് വന്നാലും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ എന്തായാലും ബ്ലാങ്കറ്റ് വാങ്ങാതെ ഇരിക്കത്തില്ല, അവർ ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും. ഇത് പച്ചക്കറി സെക്ഷൻ. കറിവേപ്പില ഉണ്ടോ? ഇതെൻ്റെ സുഹൃത്താണ്, ബംഗ്ലാദേശുകാരനാണ്. പക്ഷേ നല്ല സുഹൃത്ത് എന്ന് വെച്ചാൽ നല്ലൊരു സുഹൃത്താണ്. അബ്ദുൽ റഹ്മാനാണ്. അബ്ദുൽ റഹ്മാൻ മേരാ സദീഖ്. ഏകദേശം ചില സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും ഒറിജിനൽ സാധനം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ സൗദി അറേബ്യയിൽ തന്നെ വാങ്ങണം. അത്തിപ്പഴമാണ് ഇവിടെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നടന്ന് തളർന്ന് ഞങ്ങളിങ്ങനെ റോഡിൻ്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുക, കുത്തിയിരിക്കുക. ഒരുപാട് തളർന്നു. ഇനി സാധനങ്ങൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചത്തെ ആഹാരം എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരികെ റൂമിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കണം പെരുന്നാളായതുകൊണ്ട്. ആ ബേക്കിൽ കിടന്ന് ഒരുത്തവ അലർന്നുണ്ട്. അവൻ്റെ പേര് ദേവയാണ്, തിരുനെൽവേലിക്കാരനാണ്. നല്ല രീതിയിൽ വാള് കൊണ്ട് അഭ്യാസം കാണിക്കാൻ അറിയാവുന്ന ഒരാളാണ്.
തിരുനെല്ലവേലി അറിയത്തില്ലേ, അരിവാളില് ബെസ്റ്റ് സ്ഥലമാണ്. ദേവാ கொஞ்சம் மேக்கப்ல பண்ணி கொடுத்துள்ளோம்.